ഒരാൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ നിയമങ്ങൾ ഉള്ളതുപോലെ തന്നെ ഡൈവേഴ്സ് ചെയ്യാൻ നിയമങ്ങളുണ്ട്. ഒരാൾ ഇഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ത്വലാക്ക് പറഞ്ഞാൽ അത് തലാക്ക് ആവില്ല. ആ തലാക്കിന് സമയപരിധിയുണ്ട്. അത് പറയേണ്ട രീതിയുണ്ട്. അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വാല അലിഹി വസഹബി അജ്മായിൻ അമ്മാബാദ്. വളരെ സ്നേഹത്തോടുകൂടി സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമുക്ക് കിട്ടിയ ചോദ്യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ADHD ഉള്ള ഒരു മകനെക്കുറിച്ച്, അതുപോലെ OCD ഉള്ള ഒരു ഉമ്മ പങ്കുവെക്കുന്ന ഒരു ചോദ്യം. അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫീഡ്ബാക്കുകളുണ്ട്, ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ അതുപോലെ ഫീഡ്ബാക്കുകൾ ഒക്കെ നമ്മൾ മുഖവിലക്കെടുക്കുന്നു എന്നതുകൂടിയാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നൊരു ചോദ്യമുണ്ട് സർ. ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാനനായ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. കൗൺസിലിംഗ് രംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമികപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഏതൊരു ചോദ്യവും അല്ലെങ്കിൽ ഏതൊരു വിഷയവും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യം. അവിടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം, അഭിപ്രായങ്ങൾ വേണം, മുന്നോട്ടുള്ള വഴിയിൽ അതൊക്കെ ഏറെ നമുക്ക് മുതൽക്കൂട്ടാണ് എന്നുകൂടി പറയണം. സർ, ഇന്ന് നമുക്കൊരു ചോദ്യം കൈകാര്യം ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്നു. ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് മറ്റേ ലൈവ് സെഷനിൽ കൈകാര്യം ചെയ്യാറുണ്ട്, മറ്റു ചിലത് ഈ സ്നേഹക്കൂടിൻ്റെ ഈ ഒരു ഇതുപോലെയുള്ള എപ്പിസോഡിൽ നമുക്ക് കൈകാര്യം ചെയ്യുന്നു. ആ ചോദ്യം ഞാനന്ന് വായിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് വിവാഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വിവാഹ നിശ്ചയത്തിനു ശേഷം ഒന്നിച്ചു ജീവിക്കുന്നതിന് മുമ്പ് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചു പുറത്തു പോകുന്നതും അടുത്ത് പെരുമാറുന്നതും ഫോണിലൂടെയോ മറ്റോ സംസാരിക്കുന്നതും ഒന്നിച്ചു ജീവിക്കുമ്പോഴുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിന് നല്ലതല്ലേ എന്നൊരു സംശയമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ബിസ്മില്ലാ. ഇവിടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഒരു കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് ഈ ചോദ്യം ഉന്നയിക്കുന്നതിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കും നിലവിലുള്ള സാഹചര്യങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഒരു സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ്, വിവാഹം എന്നുള്ളത് ബലിഷ്ഠമായ ഒരു കരാറാണ്. ആ കരാറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പരിഗണിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? പ്രത്യേകിച്ച് ഒരു വധുവിനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വരനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് മതപരമായ നിഷ്ഠ, സാമ്പത്തിക ഭദ്രത, സൗന്ദര്യം, കുലീനത, ഇതൊക്കെ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം പ്രയോറിറ്റി കാണിക്കുന്ന കാര്യം മതനിഷ്ഠക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു പാഠം. ഇവിടെ വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നിക്കാഹിന് ശേഷമാണ്. എന്നാലൊരു കുട്ടിയെ കണ്ടെത്താൻ, ഒരു വരനെ കണ്ടെത്താനോ വധുവിനെ കണ്ടെത്താനോ ഉള്ള അന്വേഷണങ്ങൾ അതിനു മുമ്പ് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ വരൻ്റെ വീട്ടുകാരാണ് വധുവിനെ അന്വേഷിക്കുന്നത്. നോർമലി ഇസ്ലാമിക പാറ്റേൺ അനുസരിച്ചിട്ട് ഒരു പയ്യൻ ഒരു പെണ്ണിനെ കാണാൻ പോകുന്നു, ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കാണുന്നു, സംസാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിക്കാഹ് ഉറപ്പിക്കുന്നു. ഇതാണ് സാധാരണ സംഭവിക്കുന്ന കാര്യം. ഇവിടെ ഫാമിലിക്ക് വലിയ റോളുണ്ട്. കാരണം ഫാമിലിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലാതെ ഡയറക്റ്റായിട്ട് വരനും കുട്ടിയുടെ ഉപ്പയും തമ്മിലല്ല. അപ്പം ഇതിനൊരു പാറ്റേൺ എന്തിനാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഒരു ബന്ധം എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, രണ്ട് കുടുംബവും രണ്ട് നാടും ഒക്കെയുള്ള ബന്ധമാണ്. ഒരു പുതിയ ബന്ധം ജനിക്കുന്ന സന്ദർഭത്തിൽ പ്രാഥമികമായി പാലിക്കപ്പെടേണ്ട കുറേ മര്യാദകൾ ഇസ്ലാം പറഞ്ഞു തരുന്നു. ഒപ്പം ആ ബന്ധം സൂക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിക്കാഹ് എന്നുള്ളത് ഇസ്ലാമികമായിട്ടുള്ള ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും തമ്മിൽ ഹലാലാവുന്ന, ഒരു ആണിന് പെണ്ണ് അനുവദനീയമാകുന്ന അതിൻ്റെ ഒരു റൂട്ടാണ് യഥാർത്ഥത്തിൽ നിക്കാഹ്, മഹർ, രണ്ട് സാക്ഷികൾ എന്നൊക്കെ പറഞ്ഞത്. അതോടുകൂടി മാത്രമാണ് ആ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും
ഒന്നിച്ച് സംസാരിക്കുന്നതിനും ഒന്നിച്ചുള്ള യാത്രക്കും ഒന്നിച്ചുള്ള ഷെയറിങ്ങിനും കെയറിങ്ങിനും ഒക്കെ അനുവാദം കിട്ടുന്നത്. അതിനു മുമ്പ് പെണ്ണിനെ കാണാനുള്ള അല്ലെങ്കിൽ ആണിനെ കാണാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട്, സംസാരിക്കാനുള്ള അവസരമുണ്ട്, ഇഷ്ടപ്പെടാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ഇത്ര വരെ എന്നുള്ള ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് മാത്രമാണ് ആ കാര്യം അനുവദിക്കപ്പെടുന്നത്. പിന്നീട് നിക്കാഹ് കഴിഞ്ഞിട്ട് കാണേണ്ട കാര്യങ്ങൾ അതിനു മുമ്പ് തന്നെ നടക്കണം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കണക്കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് തീർത്തും വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന്, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്കൊരു മുൻ അറിവില്ലാത്ത ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്കപ്പ് ആവില്ലേ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ മനസ്സിലാക്കുമോ, അവിടെ ഞങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡിവേഴ്സ് ആവില്ലേ, ഈ ആങ്സൈറ്റീസൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇസ്ലാം വിവാഹത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂം 21-ാമത്തെ വചനം പഠനം നടത്തിയാൽ കൃത്യമായിട്ട് നമ്മളത് തഫ്സീറുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോധ്യമാവും. അനേകം ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് വിവാഹം. അനേകം ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, സസ്യലതാദികൾ, പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്ത പ്രതിഭാസങ്ങൾ, സമുദ്രം, ഇതൊക്കെ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അനേകം ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ഇണയെ തെരഞ്ഞെടുത്തു ഉണ്ടാക്കി തന്നു എന്നുള്ളത് അള്ളാഹിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ദൃഷ്ടാന്തം? നിങ്ങൾ സമാധാനത്തോടുകൂടി ചെന്ന് ചേരാൻ വേണ്ടി, കൂടി കലരാൻ വേണ്ടി. അള്ളാഹു ആണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും സന്നിവേശിപ്പിക്കുന്നത്. മവദ്ദ വറഹ്മ, ആ രണ്ട് പദങ്ങൾക്കും മലയാള ഭാഷയിൽ ഏത് പര്യായം നമ്മൾ കൊടുക്കുകയാണെങ്കിലും അത് പൂർണ്ണമാവില്ല. അത്ര വിപുലമായ അർത്ഥതലങ്ങളുള്ള രണ്ട് വാക്കുകളാണ് മവദ്ദത്തും റഹ്മത്തും. അത് നിർമ്മിക്കുന്നത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ്. എൻ്റെ മകളെ ഈ സ്വർണ്ണാഭരണം നിശ്ചയിച്ച് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു, നിക്കാഹ് ചെയ്തു തന്നു, ഞാൻ നിങ്ങളുടെ മകളെ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നതോടുകൂടി ദി കോൺക്രീറ്റഡ് റിലേഷൻഷിപ്പാണ്. അത് പിന്നെ അതുവരെ 18 19 വയസ്സ് വരെ ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ചോദിച്ചിരുന്നത് ഉപ്പയോടാണ്. ആ നിക്കാഹിൻ്റെ വാചകം ഉരുവിട്ടതോടുകൂടി ആ റെസ്പോൺസിബിലിറ്റി, ആ വലിയ ആ രക്ഷാകർതൃത്വം ഉപ്പയിൽ നിന്ന് ആ ഭർത്താവ് ഏറ്റെടുക്കുകയാണ്. ആ ഏറ്റെടുക്കുന്നതോടുകൂടി പിന്നീടുള്ള എല്ലാ മസൂലിയത്തും ആ ഭർത്താവിനാണ്. ഇസ്ലാം ഒരു വലിയ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ്റെ കയ്യിൽ ഒരു പെണ്ണിനെ ഏറ്റെടുക്കുന്നതിൽ കൂടി നൽകുന്നത്. അതൊരു തമാശയേ അല്ല. അപ്പോൾ ആ ഒരു അർത്ഥതലങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തും ഏതും ആഘോഷമായി മാറ്റുന്ന ഒരു കാലമാണ്. അവിടെ ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി, മോം ടു ബി എല്ലാം ആഘോഷിക്കണം. അത് ഈ ഒരു എന്താ പറയുക, എക്സിബിഷനിസമായി മാറിക്കൊണ്ടിരുന്നത് അല്ലേ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാവരും അറിയട്ടെ, അതിനുള്ള ഒക്കേഷനുകളാണ്. അതിന് കച്ചവടം, നേരത്തെ പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞതുപോലെ കച്ചവടത്തിൻ്റെ കണ്ണുകളുള്ള ആളുകൾ തങ്ങളുടെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റിയ, ഈ മാർക്കറ്റിൽ എന്തൊക്കെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റുമോ അതൊക്കെ അവർ പരീക്ഷിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് സ്പേസാണ് ഇന്ന് വിവാഹ കമ്പോളം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം ആഘോഷങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, അവിടെ എത്രത്തോളം ചടങ്ങുകൾ കൊണ്ടുവരാൻ പറ്റുമോ, അവിടെ എത്രത്തോളം ആചാരങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, അതിനൊക്കെ വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളൊക്കെ ഉള്ള ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹം എന്നതൊരു ബലിഷ്ഠമായ കരാറാണെന്നുള്ളതാണ്. ആ കരാറിനെ തടസ്സപ്പെടുന്ന ഒരു കാര്യവും മുമ്പും പാടില്ല, പിന്നീടും പാടില്ല എന്ന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാം. അതിന് സർ ഇവിടെ എന്താ അറിയോ, നമ്മൾ ബുദ്ധി പണയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുക. മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും സവിശേഷമായ കാര്യം അവൻ്റെ വിവേകമാണ്, ബുദ്ധിശക്തിയാണ്.
ആ ബുദ്ധി ശക്തി വിവേകമാവുന്നത് എപ്പോഴാ? അറിവുണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ വിവേകിയാവുന്നില്ല. തിരിച്ചറിവുണ്ടാവണം. ഈ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാവുക? അറിവിനെ സ്വജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ മാത്രമേ ആ തിരിച്ചറിവുണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കളാവട്ടെ, അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കാര്യവും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെടുത്തുന്നതിൽ ന്യൂറോ മാർക്കറ്റിങ്ങിന് വലിയ പങ്കുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു സംഗതി, ഇപ്പം മാൾ കൾച്ചറുകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ഗ്രാമാന്തരങ്ങളിലും ചെറിയ കച്ചവടങ്ങളൊക്കെ പൂട്ടപ്പെട്ട് ഓൺലൈൻ വിപണി സജീവമാവുകയും ഒപ്പം തന്നെ മാളുകൾ സജീവമാവുകയും ആളുകൾക്കൊന്നിനും ക്ഷമല്ല. എന്നിട്ട് വലിയ മാർക്കറ്റുകളിലേക്ക്, ഹൈപ്പർ മാർക്കറ്റുകളിലേക്കാണ് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ വലിയ ലാഭം പോകുന്നത് കുത്തക കമ്പനികളിലേക്കാണ്. ഇത് നമ്മൾ അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പറയുന്നു സാമ്പത്തികമായിട്ടുള്ള വലിയ തകർച്ചയിലാണ് നമ്മുടെ നാട്. ഈ തകർച്ച ഉണ്ടാക്കുന്നതാരാ? നമ്മൾ തന്നെയാണ്. അതായത് ഞാൻ ഒരു സർക്കാർ ജോലിക്കാരനാണെങ്കിൽ എൻ്റെ ശമ്പളം നാട്ടിൽ ഞാൻ ചിലവഴിക്കുമ്പോൾ അത് കിട്ടേണ്ടത് നാട്ടിലുള്ള പച്ചക്കറിക്കാരനും മീൻ കടക്കാരനും അതുപോലെ മസാലക്കടക്കാരനൊക്കെയാണ്. അവിടെ ഒരു കോറി നടത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ പാറക്കല്ല് ആ നാട്ടിൽ കൂടി ഉരുളുമ്പോൾ അതിൻ്റെ വിപണനം നടക്കുന്നതും അതിൻ്റെ നേട്ടം കൊയ്യുന്നതും ആ നാട്ടുകാരാണ്. എന്നാൽ ഇന്ന് കഥ മാറി. ഇന്ന് കുത്തക കമ്പനികളാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന നെയ്ച്ചോറിൻ്റെ അരി എന്ന് പറഞ്ഞ അരിയുണ്ട്, കയമ അരി എന്നൊക്കെ പറയും. 40, 50, 60 രൂപയാണ് ഒരു കിലോമേൽ കൂടിയത്. ഇതാരും അറിയുന്നതന്നല്ല. ഈ കൂടുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പോലും നമുക്കാവുന്നില്ല. കാരണം എന്താണ്? ഇതൊക്കെ വലിയ കുത്തക കമ്പനികൾ ഏറ്റെടുത്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മുടെ രാജ്യം. ഇവിടെ അവരുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് എല്ലാ രംഗത്തും നടക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ ബുദ്ധി വർക്ക് ചെയ്യണം, ബ്രെയിന് വർക്ക് ചെയ്യണം. ബ്രെയിന് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ നിരന്തരം റീൽസുകൾ കാണുകയും വീഡിയോസ് കാണുകയും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യൂല. വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ പോലും കുട്ടികൾക്ക് സ്വയം ചിന്തിക്കാനുള്ള ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്ങിന് സ്പേസ് ഇല്ല. ആരോ ഛർദ്ദിച്ച കാര്യങ്ങൾ അപ്പടി വിഴുങ്ങാനാണ് അധ്യാപകർ പോലും വിധിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ, ഇതിലെ റിസോഴ്സുകൾ ചോരണം ചെയ്യപ്പെടുമ്പോൾ, ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ഭാഗമാണ് ആ ന്യൂറോ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഇല്ലാത്ത ആഘോഷങ്ങൾ പൊടിപ്പും തങ്ങലും വെച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ആഘോഷങ്ങളുടെ മറവിലാണ് ഇവിടെ കച്ചവട തന്ത്രങ്ങൾ മെനയുന്നത്. അപ്പോൾ അതിനെ സത്യസന്ധമായി എതിർക്കുന്ന ഒരാദർശ പ്രസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള നയരേഖ ഉള്ള ഒരാദർശമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിനോട് ആ രൂപത്തിലുള്ള വൈരം അല്ലെങ്കിൽ ഒരു തരം വിരോധം ഉണ്ടാവുന്നത്. കാരണം ഒരാളെ ചൂഷണം ചെയ്യുന്നത്, അനീതി പ്രവർത്തിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും അത് അനുവദിക്കുന്നില്ല, അല്ലേ? ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇവിടെ ആ ചോദിച്ച ചോദ്യത്തിൽ തന്നെ നമുക്കൊരു കാര്യം, ഇപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും അവർക്ക് പരസ്പരം കാണാം, സംസാരിക്കാം, അതിനുള്ളൊരു വേദി ഇസ്ലാം ഒരുക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ അതിൻ്റെ ഒരു അതിർത്തിയുണ്ട്. നേരത്തെ നിങ്ങൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഇത് പാടേ അടച്ചു കെട്ടി പരസ്പരം കാണാത്തൊരു സാഹചര്യം വന്നല്ലോ. വിവാഹ അന്വേഷണത്തിന്റെ ഭാഗമായി പരസ്പരം അവർക്ക് കാണാനും അടിസ്ഥാനപരമായി പെണ്ണിന് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെ. പെണ്ണിനിപ്പോ ഒരു കന്യകയായ വിവാഹം കഴിക്കപ്പെടാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉം. അവൾ സമ്മതം കൊടുത്തതിന് ശേഷം മാത്രമാണ് ആ വിവാഹം ഉറപ്പിക്കേണ്ടത്. അവൾക്ക് ആ ഭർത്താവിനെ, തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവിനെ ഇഷ്ടമാണോ എന്ന് അവൾ പറയണം. അതെ. ഇനി അവൾ മിണ്ടാതിരിക്കുക, അവളുടെ മൗനം സമ്മതമാണ് എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പെൺകുട്ടിയും അവളുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും,
അല്ലേ? എന്നാൽ രണ്ടാമത്തെ ഒരു വിവാഹമാവുമ്പോൾ അവളോട് സമ്മതം പൂർണ്ണമായി ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ തന്നെ അനുവാദം ചോദിച്ചിട്ടാണ്. ഇനി ഒരു പെണ്ണിന് ഒരു വിവാഹം ഇഷ്ടമില്ല എങ്കിൽ ആ ഭർത്താവിനെ തിരിച്ച് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇസ്ലാമിലുണ്ട്. ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നത് എന്തിനാണ്? ഇതൊരു ബലിഷ്ഠമായ കരാറാണ്. അപ്പോൾ ആ ബലിഷ്ഠമായ കരാറായതുകൊണ്ട് തന്നെ അതിന് ചില നിയമങ്ങളുണ്ട്. ഒരാൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ നിയമങ്ങൾ ഉള്ളതുപോലെ തന്നെ ഡൈവേഴ്സ് ചെയ്യാൻ നിയമങ്ങളുണ്ട്. ഒരാൾ ഇഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് തൊലാക്ക് പറഞ്ഞാൽ അത് തലാക്ക് ആവില്ല. ആ തലാക്കിന് സമയപരിധിയുണ്ട്, അത് പറയേണ്ട രീതിയുണ്ട്. ആ ത്വലാക്ക് ഒന്നാമതായി നിർവഹിച്ചാൽ പോലും ആ പെൺകുട്ടി ജീവിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. രണ്ടാമത്തെ ത്വലാക്ക് നിർവഹിച്ചു കഴിഞ്ഞാലും ആ പെൺകുട്ടി ജീവിക്കേണ്ടത് ആ വീട്ടിൽ തന്നെയാണ്. മൂന്നാമത്തെ ത്വലാക്കിൽ കൂടി മാത്രമാണ് ആ ത്വലാക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ത്വലാക്ക് മൂന്നാമത്തേത് മാത്രമാണ്. എന്തിനാ ഇസ്ലാം ഇത്തരം നിയമങ്ങളൊക്കെ വെച്ചത്? അവിടെ അവരെ സംരക്ഷിക്കുകയാണ്. പിന്നെ ഇത് തമാശക്ക് പറയേണ്ട വാചകങ്ങളൊന്നും അല്ല, അല്ലേ? എന്നാൽ തലാക്ക് ചൊല്ലാനുള്ള അധികാരം പുരുഷന് മാത്രമേ ഉള്ളൂ. പെണ്ണിന് ഇങ്ങോട്ട് തലാക്കില്ല. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം വൈകാരികതയുടെ ഒരു വൈകാരികതയാണ് പെണ്ണ്. പല വിഷയങ്ങളിലും വികാരപ്രകടനങ്ങളാണ് അവൾ നടത്തുക. ബുദ്ധിപരമായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ല എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങളിന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നാളി എന്ന് ഒന്നിടവിട്ട ദിവസങ്ങൾ പറയുന്ന ഒരു പെണ്ണിന് വിവാഹമോചനത്തിനുള്ള അധികാരം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഇവിടെ ഡൈവേഴ്സിൻ്റെ എണ്ണം കൂടും. പക്ഷെ അത് കൂടാതിരിക്കാനുള്ള കാരണം എന്താണ്? വിവേകപൂർവം അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സാവകാശം, അതിനുള്ള നേതൃത്വം, അതിനുള്ള അധികാരം പുരുഷൻ്റെ കയ്യിൽ തന്നെ ഇസ്ലാം കൊടുത്തത് അതുകൊണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം അല്ലേ, ഒന്ന് ഒരു ഇൻഫർമേഷൻ, അറിവ്. അതിൻ്റെ രണ്ടാമത്തെ നമുക്ക് പറയാൻ പറ്റുന്നത് നോളേജ് എന്നുള്ള വിവരം എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് വൺ വിസ്ഡം അഥവാ എന്താ പറയുക, വിവേകം അല്ലേ. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട, എല്ലാ കാര്യത്തിലും എന്ന പോലെ തന്നെ വൈവാഹിക ജീവിതത്തിലും വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട മൂന്ന് ടേമുകളാണത്. അതിലുപരി സർ, ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും നമ്മളല്ല നിർവഹിക്കുന്നത്. എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ അള്ളാഹ്. ഓംനിപ്പൊട്ടൻ്റായ സർവ കാര്യങ്ങളെക്കുറിച്ചും സ്ഥൂലമായി സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു ആണ് ഈ ആണിനെ സൃഷ്ടിച്ചത്, പെണ്ണിനെ സൃഷ്ടിച്ചത്. എങ്ങനെ സൃഷ്ടിച്ചത്? 3 ഇരുട്ടറകളിലാണ് സൃഷ്ടിച്ചത്. ഖുർആൻ പറയണു, നീ ഒന്നും അറിയുമായിരുന്നില്ല, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നവൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനറിയാം ആര് വേണം നിനക്ക് ഇണയായിട്ട്, തുണയായിട്ട്. അപ്പോൾ ആ ആണിന് പറ്റുന്ന ഒരു ഇണയാണ് കൊടുത്തത്. ഇനി അവന് ഇഷ്ടപ്പെടാത്ത ഒരു ഇണയാണെങ്കിൽ പോലും അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ദുനിയാവിലുള്ള ജീവിതത്തെ മൊത്തമായിട്ട് അള്ളാഹ് സംവിധാനിച്ചത് പരീക്ഷണമായിട്ടാണ്. അപ്പോൾ ആ പരീക്ഷണത്തെ അതിജീവിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ തനിക്ക് ഇണങ്ങാത്ത, തന്നോട് സമരസപ്പെടാത്ത, തന്നെ അനുസരിക്കാത്ത ഒരു പെണ്ണിനോട് ഈ വിശ്വാസിയായ വ്യക്തി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അള്ളാഹു അവിടെ പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹവായ്പുള്ള, അങ്ങേയറ്റം തന്നെ അനുസരിക്കുന്ന, അങ്ങേയറ്റം തനിക്ക് സ്ഥാനം നൽകുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയോട് എങ്ങനെയാണ് ഇയാൾ പെരുമാറുന്നത്? അതും പരീക്ഷണമാണ്. എല്ലാം പരീക്ഷണമാണ്. അപ്പോൾ അവിടെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അത് ഓവർകം ചെയ്യാൻ, അത് അതിജീവിക്കാനുള്ള മാർഗങ്ങളും അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ഷമ അവലംബിക്കണം എന്നാണ് പറഞ്ഞത്, എടുത്ത് ചാടരുത് എന്നാണ് പറഞ്ഞത്, ഏറ്റവും മൃദുവായിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത്. ആഷിറുഹുന്ന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ അതാ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് പെണ്ണിൻ്റെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട്, അവളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവളോട് സംസാരിക്കാൻ നല്ല വിവേകം വേണം, എടുത്ത് ചാടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ കൃത്യമായ മറുപടിയാണ് നമ്മൾ നൽകിയത്. റോഡിലേക്ക് ഒരു വാഹനം ഇറക്കുന്നതിന് മുമ്പ് ആ റോഡിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നത് നമുക്ക് ഏവർക്കും നിർബന്ധമാണ്. നമുക്കിഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ തന്നിഷ്ടത്തിനനുസരിച്ച് വാഹനം ഓടിക്കാൻ ഏതൊരു രാജ്യത്തും നിയമമില്ല എന്നത് സത്യമാണല്ലോ. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടിയാണ് വിവാഹ ജീവിതത്തോട് നമ്മോടുള്ള കാഴ്ചപ്പാട് വേണ്ടത് എന്നാണ്. അവിടെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാനും അതനുസരിക്കാനും ഏതൊരാളും ബാധ്യസ്ഥരാവുക എന്നത് ഒരു പരിക്കിന് വേണ്ടിയല്ല, മറിച്ച് ആ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ലഭിക്കാനാണ് എന്നുകൂടിയാണ്
ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. സർ, രണ്ടാമത് ഇതുപോലെയുള്ള ഒരു ചോദ്യം കൂടി, ഒരു ഭർത്താവിനെക്കുറിച്ച് ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യം, അതുകൂടെ ഈ ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, സഹോദരി തന്നെ അയക്കണം, എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടുമ്പോൾ റൂമിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്നു. അത് വില കൂടിയതാണെന്നോ അല്ലാത്തതാണോ എന്നൊന്നും നോക്കുകയില്ല. എത്ര പറഞ്ഞാലും അദ്ദേഹം ഇത് മാറ്റുന്നില്ല. ഞാൻ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇവിടെ പറ സൂചിപ്പിക്കാനുള്ള വിഷയം എന്താ വെച്ചാൽ, ഒരു ഭർത്താവ് ആരാണ്, ഭാര്യ ആരാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അനിവാര്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് മനഃശാസ്ത്രങ്ങൾ, പുരുഷൻ്റെ മനഃശാസ്ത്രവും സ്ത്രീയുടെ മനഃശാസ്ത്രവും മനസ്സിലാക്കണം. അതിൻ്റെ അറിവില്ലായ്മ, ആ അറിവ് ലഭിക്കാത്ത ഒരവസ്ഥ പൊതുവെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവ്. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ, ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടാനുള്ള കാരണങ്ങൾ സാധാരണഗതിയിൽ എന്താണ്? ചിലപ്പോഴെങ്കിലും അദ്ദേഹം വളർന്ന് ശീലിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിലും സംസ്കാരത്തിലും അദ്ദേഹം മനസ്സിലാക്കിയ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തന്നോട് ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ പെരുമാറണം എന്ന ഒരു കാൽക്കുലേഷൻ അയാൾക്കുണ്ടായിരിക്കും. അപ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നൊരു ഭാര്യ വരുമ്പോൾ അവളുടെ സംസാര ശൈലിയിൽ വന്ന അപാകതകൾ അത് അവൾക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാൽ ആ സംസാര ശൈലിയിൽ വന്ന അപാകതയാണ് ഭർത്താവിനെ ചൊടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവൾ ആ കാര്യം അവതരിപ്പിച്ച ശൈലിയാണ്, രീതിയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഈ കാര്യം നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന കാലത്തോളം ആ ഈർഷ്യം അല്ലെങ്കിൽ ദേഷ്യം അവിടെ നിലനിൽക്കും. രണ്ടാമതായിട്ട്, ഒരു ഭർത്താവിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ ജോലി, ഭർത്താവിൻ്റെ വരുമാനം, ഭർത്താവിൻ്റെ സാമ്പത്തികമായ ഭദ്രത, ഇതൊക്കെ ഭാര്യ അറിയേണ്ടതുണ്ട്. ഇന്ന് പുരുഷന്മാർ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം, രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കുന്നുണ്ട്. കാരണം ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാരം യഥാർത്ഥത്തിൽ പെണ്ണിനെ അല്ല, ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഒരു ഭർത്താവാണ് ഭാര്യയെ, മക്കളെ, കുടുംബത്തെ മൊത്തം പോറ്റേണ്ടത്. ഇനി ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭാര്യ വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടപ്രകാരം അത് കൊടുത്താൽ വാങ്ങാം എന്നുള്ളതല്ലാതെ ഭാര്യയുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഭർത്താവിന് അർഹതപ്പെട്ടതല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഭർത്താവ് അനുഭവിക്കുമ്പോൾ അത് അയാൾ ഒറ്റയ്ക്ക് സഹിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ വലിയൊരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോസ് അദ്ദേഹത്തോട് വളരെ പരുഷമായി പെരുമാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ ഒരുപാട് പ്രശ്നങ്ങൾ കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജോലിസ്ഥലത്ത്, സാമ്പത്തിക മേഖലയിൽ അയാൾ സഹിക്കുന്നുണ്ട്. ഇത് ഒന്നും മനസ്സിലാക്കാതെ തൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടണം, പരിഗണന കിട്ടണം, തലോടൽ കിട്ടണം, തന്നെ ടൂർ കൊണ്ടുപോകണം, നല്ല ഭക്ഷണത്തിന് വേണ്ടി പുറത്ത്, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഭാര്യയ്ക്ക് ഇതൊന്നും അറിയാതെ അവൾ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അമാനത്താണ് യഥാർത്ഥത്തിൽ ഭർത്താവ് ഏറ്റെടുത്ത്. ആ ഉത്തരവാദിത്തം എന്നുള്ളത് മക്കളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വസ്ത്രം, അല്ലേ, അവരെന്ത് ചോദിക്കുന്നതും ഉപ്പനോടാവുമല്ലോ. ആ ഉപ്പ അതിന് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുറ്റപ്പെടുത്തൽ സ്വാഭാവികമായിട്ടും ഭാര്യ മക്കളുടെ മുമ്പിൽ വെച്ച് ആരെ ഇൻസൾട്ട് ചെയ്യും? ഈ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യും. അതൊക്കെ പേടിച്ചിട്ട് കടവും കള്ളിയും വാങ്ങി ലോണൊക്കെ എടുത്തിട്ട് ഇയാൾ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, അതും ഇയാൾക്ക് ഈർഷ്യം അല്ലെങ്കിൽ ദേഷ്യം വർദ്ധിപ്പിക്കാൻ കാരണമാണ്. മറ്റൊന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജോലി തിരക്കുകൾ, അല്ലേ, ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സംഗതി വർക്ക് ചെയ്തു പൂർത്തീകരിച്ച് കൊടുക്കണം. അപ്പോൾ ആ പൂർത്തീകരിച്ച് കൊടുക്കണം, ഇയാൾക്ക് ഒറ്റയ്ക്ക് പൂർത്തീകരിക്കാൻ ചിലപ്പോൾ പറ്റില്ല, അയാൾക്ക് സബോർഡിനേറ്റ് ആയിട്ടുള്ള മറ്റു വർക്കേഴ്സ് ഉണ്ടാവും. ഒരിക്കൽ ഒരു ടൈലർ എന്നോട് പറഞ്ഞു, ടൈലർ പറഞ്ഞ സംഗതി ഇതാണ്: ഞാൻ സ്കൂളിൻ്റെ യൂണിഫോമൊക്കെ എല്ലാ വർഷവും ഏറ്റെടുത്ത് തുന്നാറുണ്ട്, പക്ഷേ ഈ വർഷം എനിക്ക് ഒരുപാട് ചീത്ത കിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടുന്നാ ചീത്ത കേട്ടത്? സ്കൂളിലെ പ്രിൻസിപ്പാളിൽ നിന്ന്. അപ്പോൾ പ്രിൻസിപ്പാൾ ചീത്ത വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ സമയത്ത് ഇയാളിത്
തുന്നി കൊടുത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാളുടെ ഉത്തരവാദിത്തമില്ലായ്മ അല്ല പ്രശ്നം. ഈ വർക്ക് ഏറ്റെടുത്ത വിദ്വാൻമാർ അത് കറക്റ്റായിട്ട് ആ ജോലിക്ക് വന്നില്ല, അത് പൂർത്തീകരിച്ചു കൊടുത്തില്ല. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ ഓണറുടെ ചുമലിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ജോലി നിർവഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാലറി പറ്റുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ആളുകളുണ്ടാവും. അവർ വീട്ടിലെത്തുമ്പോൾ അവർക്ക് ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കപ്പെടാത്തത് കൊണ്ട് റാഹത്തോടു കൂടി സമാധാനത്തോടു കൂടി ഭാര്യയോടും മക്കളോടും പെരുമാറാൻ പറ്റൂല. ഇത് ഭാര്യയും മക്കളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഉപ്പാക്ക് ദേഷ്യം വരാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഉപ്പയുമായിട്ട് ഭർത്താവുമായിട്ട് ഒരു നല്ല ആത്മബന്ധം ഭാര്യ സ്ഥാപിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ, കുറ്റപ്പെടുത്താതിരിക്കാൻ. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഭാര്യമാരോട് നമ്മൾ ഷെയർ ചെയ്താൽ ആരെങ്ങളോട് ഇത്ര വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറഞ്ഞ് 4 ആക്ഷേപ സംസാരങ്ങളും കുറ്റപ്പെടുത്തും. പിന്നെ ഒന്നും അയാൾ ഡിസ്ക്ലോസ് ചെയ്യൂല. കാരണം ഓളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ നോക്ക് മനസ്സിലാവില്ല. എന്നാൽ ഭക്ഷണത്തിനുള്ള പൈസ കിട്ടാതിരുന്നാൽ, വസ്ത്രത്തിനുള്ള കിട്ടാതിരുന്നാൽ പറയും ചെയ്യും, അതൊക്കെ ആകാശത്ത് നിന്ന് നേരിട്ട് ഇറങ്ങുമെന്ന് ഇയാൾ ചോദിക്കും. അപ്പോൾ ഒരു ആണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഒരുപാട് മാനസികമായ വ്യതകൾ സ്വയം അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഭാര്യമാർ പെരുമാറാറുള്ളത്. അതുപോലെ കുറേ വേറെ കാരണങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ സാധാരണ നമ്മൾ സ്ത്രീകളുടെ സൈക്കോളജി പുരുഷന്മാരെ അറിയേണ്ടത് എന്നുള്ളൊരു വലിയ ഒരു ഭാഗം നമ്മൾ 2-3 എപ്പിസോഡായിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പുരുഷന്മാരുടെ ഒരു സൈക്കോളജി സ്ത്രീകൾ അറിയുന്നതിന് വേണ്ടി എന്നുള്ള ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു സൈക്കോളജിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും നേട്ടങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റുമായി മുന്നോട്ട് പോകുന്നവരാണ്. അവിടെ തങ്ങൾക്ക് തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഏറ്റവും അധികം സപ്പോർട്ട് ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും സഹോദരിമാർ ചെയ്യാറുള്ളൊരു കാര്യം നേട്ടങ്ങൾക്കൊരു പ്രാധാന്യം നൽകില്ല എന്ന് മാത്രമല്ല, അവിടെ അടച്ചാക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും നിൽക്കും. രണ്ടാമത് സ്ത്രീകളുടെ സൈക്കോളജി വെച്ച് പറയുമ്പോൾ കെയറിങ് ആണ് ഏറ്റവും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭർത്താവിനൊരു സ്പെഷ്യൽ കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഭർത്താവ് അതൊട്ടും ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നതുകൊണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ടുമാണ് പലപ്പോഴും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്നത്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളാവുമ്പോൾ പർവ്വതീകരിച്ച് വലുതായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവിടെയാണോ പ്രശ്നങ്ങളുള്ളത് അത് പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരാളുടെ മനസ്സിൽ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ടെൻഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ജോലി സ്ഥലത്തുള്ള അമിതമായ ഭാരം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഭാര്യ തന്നെ മനസ്സിലാക്കുന്നില്ല, തന്നെ മനസ്സിലാക്കി പെരുമാറുന്നില്ല, കുട്ടികൾ അനുസരിക്കുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സഹിക്കുകയാണ്. ഇനി പഠന സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികൾ സ്കൂളിൽ നിന്ന് അച്ചടക്ക പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഫോണിൽ കൂടി വാപ്പയും അറിയുന്നു അല്ലെങ്കിൽ വാപ്പയെ അറിയിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതും ടെൻഷനാണ്. ഇതൊക്കെ ഇയാൾ എന്ത് ചെയ്യും? സ്ത്രീകളാണെങ്കിൽ പൊതുവെ ഇതൊക്കെ ഒന്ന് കരഞ്ഞു തീർക്കും. സ്ത്രീകൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ട്. അവർക്ക് 1-2 കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കും. അപ്പോൾ ആ കരയിൽ ഹലാലായ അനുവദനീയമായ കരച്ചിലാണ്, അതിനാരും കുറ്റപ്പെടുത്തൂല. കാരണം അവർക്ക് കരയാനുള്ള ചോയ്സ് ഉണ്ട്. എന്നാൽ ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം, ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരയാനുള്ള ഫ്രീഡം ഇല്ല. ഇനി അവർ കരയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒറ്റയ്ക്ക് മൂലയിൽ പോയിട്ട് സ്വകാര്യമായിട്ട് കരയും. കാരണം പബ്ലിക്കായിട്ട് ഒരു 4-5 തവണ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കുതിരോട്ടത്തേക്കായിരിക്കും അവരെ കൊണ്ടുപോവുക. അപ്പോൾ ഇത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അവരിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ബ്ലഡ് പ്രഷർ കൂട്ടും, കാർഡിയോ ഇഷ്യൂസ് ഉണ്ടാവും, തൈറോയിഡ് ഇഷ്യൂസ്, പല പ്രശ്നങ്ങളും. അതായത് ബയോളജിക്കലായിട്ട് ഫിസിക്കലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളുടെയും ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തന്നെയാണ്. അതുപോലെ ഒരാളോട് ജലസി ഉണ്ടാവുക, ഒരാളോട് ആങ്കർ ഉണ്ടാവുക, ഇതൊക്കെ രോഗമാണ്. അപ്പോൾ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഈ ദേഷ്യം ഊർജിക്കാനുള്ള ഒരു കാരണം. മറ്റൊന്ന്, നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ അനുഭവിച്ച ചില പ്രയാസങ്ങൾ, പീഡനങ്ങൾ, അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ട്രോമ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ, കുടുംബ കലഹങ്ങൾ, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും തമ്മിൽ, അതായത് ഈ കക്ഷിയുടെ വാപ്പയും ഉമ്മയും തമ്മിൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലത്തുണ്ടായ ബാല്യകാല അനുഭവങ്ങളൊക്കെ ഇയാളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾ കണ്ടിട്ടില്ല വാപ്പയും ഉമ്മയും സ്നേഹിച്ച് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു റഫ് ആൻഡ് ടഫായിട്ടാണ് മൂപ്പര് വളർന്നത്.
അല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ സ്നേഹം കിട്ടിയിട്ടേ ഇല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. വാപ്പയും ഉമ്മയും ഈ കക്ഷിക്ക് സ്നേഹം കൊടുക്കാതെയാണ് വളർത്തപ്പെട്ടതെങ്കിൽ ഇയാൾക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി ആരാണോ കിട്ടിയ അയാളെ കടിച്ച് മാന്തുക എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഇത് നല്ല സ്നേഹവും തലോടലും പരിഗണനയും പിന്നെ ഒക്കെ കിട്ടിയ ഒരു പെണ്ണ്, ആ പെണ്ണ് അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഹിറ്റ്ലർ സമീപനമുള്ള ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ പെട്ടെന്ന് വിസ അങ്ങോട്ട് തന്നെ എടുത്തിട്ട് പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവളത് ശീലിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലവും പാരൻറ്റിങ്ങും ഉണ്ട്. അതാണ് അവരെ മോൾഡ് ചെയ്തത്. അപ്പോൾ എവിടെയാണോ പെണ്ണ് എത്തിപ്പെട്ടത് ആ എത്തിപ്പെട്ട സ്ഥലം മനോഹരമാക്കുക എന്നുള്ളതാണ് അവളുടെ ഡ്യൂട്ടി. കാരണം ദുനിയാവ് അള്ളാഹു പരീക്ഷണമായിട്ടാണ് നമുക്ക് സംവിധാനിച്ചത് എന്ന് വിചാരിച്ച് എല്ലാ പ്രശ്നങ്ങളും സഹിച്ച് ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പരമാവധി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം. പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് എന്നുള്ളത് ഫലപ്രദമായ ഒരു ചികിത്സാ സംവിധാനം തന്നെയാണ്. കാരണം ഇത്തരം അമിതമായ കോപവും ദേഷ്യമൊക്കെ ഉള്ള ഒരു അയാൾ ഒരു രോഗിയാണ്. അപ്പോൾ ആ രോഗത്തിലേക്ക് അയാൾ എത്തിപ്പെടാനുള്ള കാരണം എന്ത് എന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ, കണ്ടെത്താൻ ഒരു കൗൺസിലറുടെ അടുത്തെത്തിക്കുമ്പോൾ അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ചിലത് സൈക്കോ തെറാപ്പിയിൽ കൂടി ക്ലിയർ ചെയ്യും, ചിലത് മെഡിസിൻ വേണ്ടി വരും. ആ മെഡിസിൻ റെക്കമെൻഡ് ചെയ്ത് മെഡിസിൻ പ്ലസ് കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. അതാണ് സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അല്ലേ, നമ്മളൊക്കെ രോഗത്തിനെ അല്ല ചികിത്സിക്കേണ്ടത്, മറിച്ച് ആ രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ദേഷ്യവും അമിതമായ കോപവും അതുപോലെ തന്നെ പെട്ടെന്ന് തട്ടിക്കയറുകയും കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് അയാളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടാവും എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയിത്തീരുന്നത് എന്നുള്ള കാരണങ്ങൾ കണ്ടെത്തുക. അവിടെ ചെറുപ്പകാലഘട്ടത്തിലെ ജീവിത ശൈലികൾക്ക് പ്രാധാന്യമുണ്ട്, വളർന്നു വരുന്ന കുടുംബ സാഹചര്യത്തിന് സ്വാധീനം അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അയാൾ ചെയ്യുന്ന ജോലി, അയാളുടെ സറൗണ്ടിങ്സുമായി ബന്ധമുണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അയാൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആക്ഷേപിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പകരം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കൈത്താങ്ങായി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വീട്ടിൽ നിന്ന് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. അതിന് സാധിച്ചിട്ടില്ലെങ്കിലാണ് ഒരു കൗൺസിലറിൻ്റെ ഒക്കെ ഹെൽപ്പ് നമുക്ക് അന്വേഷിക്കേണ്ടത്. മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം. എന്തായിരുന്നാലും ഈ ഒരു വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്ര പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അവിടെ മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഒരു ഭാര്യ എന്നുള്ള നിലക്ക്, ഭർത്താവിനുണ്ടാവേണ്ടത് ഒരു പരസ്പര വിശ്വാസമാണ്. ആ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭർത്താവ് അത് ദേഷ്യത്തിൽ കൂടിയാണ് പ്രതികരിക്കുക. കാരണം അയാൾ സംവാട്ട് സെൽഫിഷാണെന്ന് വിചാരിക്കുക, വളരെ സ്വാർത്ഥനാണ്. തൻ്റെ ഭാര്യ മറ്റ് പുരുഷന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, സോഷ്യബിൾ ആവുന്നത് ഇതൊന്നും അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചോളൂ. പലവട്ടം അയാൾ പിന്നെ നേരിട്ടും അല്ലാതെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവൾ മനസ്സിലാക്കുന്നില്ല, അവളുടെ പെരുമാറ്റത്തിൽ ഒരു ചേഞ്ച് വരുത്തുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതി അതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടേതായ സ്വകാര്യത കാത്തു സൂക്ഷിക്കും, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ. ചില ആളുകൾ ആ സ്വകാര്യത മാനിക്കുകയും അത് റെസ്പെക്റ്റ് ചെയ്യുകയും അതിലിടപെടാതെ, അത് അറിഞ്ഞാൽ പോലും അതിലൊന്നും ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അത് ഡീൽ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ സ്വകാര്യത അന്വേഷിച്ച് കണ്ടെത്തി പിന്നെ അത് ചൂഴ്ന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ച് പിന്നെ തലവേദന സൃഷ്ടിക്കുന്ന സ്വഭാവം പെണ്ണിനുണ്ടെങ്കിൽ പിന്നെ അത് മതിയായിരിക്കും ഇയാൾക്ക് ഈ ഫൈറ്റിങ്ങിന് ഒരു കാരണം. അതുപോലെ ചില ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ അതാവണം ഇതാവണം, പെർഫെക്ഷനിസ്റ്റുകളായ ഭർത്താക്കന്മാരുണ്ട്. അതായത് എൻ്റെ ഭാര്യ നല്ല വൃത്തി വേണം, നല്ല വെടിപ്പ് വേണം, സിസ്റ്റമാറ്റിക് ആവണം, എൻ്റെ സാധനങ്ങൾ ഇന്ന മേശപ്പുറത്ത് ഇന്ന രീതി വെക്കണം. അത് ഒരളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ആകെ കുപിതനാവുന്ന അവസ്ഥ ഉണ്ട്. അതായത് എല്ലാ മനുഷ്യരും ഒരേ ടൈപ്പല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ മാറാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. അല്ലെങ്കിൽ അയാൾ മാറണം. അപ്പോൾ അയാൾ മാറാൻ തയ്യാറാവാത്ത ഒരു ഈഗോ സെൻട്രിക് പേഴ്സണാലിറ്റിയാണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണമായിട്ട്,
ചില ആളുകൾക്ക് ഈ സ്വന്തത്തിന് അമിതമായി പ്രാധാന്യം നൽകുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരൊരിക്കലും എന്ത് ചെയ്യൂല, സ്വയം മാറൂല. മറ്റുള്ളവർ ഉപദേശിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അവരെ എപ്പോഴും നയിക്കുന്നത് അവരുടെ ഈഗോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈഗോ ഉള്ള ഒരു ഭർത്താവിൻ്റെ കീഴിലുള്ള ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ തിരുത്താൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ജീവിച്ചു പോകണമെങ്കിൽ ആ ഭർത്താവിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് അവിടെ പരിഹാരം. അപ്പോൾ അയാൾക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മനഃപൂർവ്വം വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയാണ് അവൾക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ ഹോർമോൺ ചേഞ്ചുകൾ അത് രണ്ടു കൂട്ടർക്കും ഉണ്ടാവും. അപ്പോൾ ഈ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ ഒരു പെണ്ണ്, ആ പെണ്ണ് പിന്നെ ഭർത്താവുമായിട്ട് ലൈംഗിക ബന്ധത്തിന് അകൽച്ച സൂക്ഷിക്കുന്നു. വിഷയം എന്താണെന്ന് വെച്ചാൽ ആദ്യം കല്യാണം കഴിഞ്ഞു, അവരുടെ ദാമ്പത്യം ഏകദേശം നല്ല രൂപത്തിലാണ്, ആദ്യകാലങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈയിടെ ആയിട്ട് വൈഫ് അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ പെണ്ണിന് കൗൺസിലിങ്ങിന് വന്ന് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ പരാതി എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കാകെ ഈ ഒരു ചിന്തയുള്ളൂ. അതായത് ഇയാൾക്കാകെ ഈ സെക്സുമായി റിലേറ്റഡ് ആയ ചിന്തയുള്ളൂ. അയാൾക്ക് 6 മാസമേ ജോലിയുള്ളൂ, 6 മാസം വീട്ടിലാണ്. ആ ജോലിയിൽ അത്യാവശ്യം നല്ല സാലറിയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾമോസ്റ്റ് 6 മാസം അയാൾ വീട്ടിലുണ്ടാവും. വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത് സെക്സ് വേണം. അപ്പോൾ ഇതിന് അവൾ വില്ലിങ് അല്ല. അവൾ പറയുന്നത് എന്നെ പരിഗണിക്കാതെ, എന്നെ പിന്നെ ആ രൂപത്തിൽ പരിഗണിക്കാത്ത രൂപത്തിലുള്ള ഒരു സെക്സൽ ആക്റ്റിലേക്കാണ് അയാൾ പ്രേരിപ്പിക്കുക. എന്ന് വെച്ചാൽ അവൾ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന അവരുടെ വൈകാരികത മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് അവരെ കൂടി സന്തോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സെക്സ്വൽ ആക്റ്റാണ്. പക്ഷേ ഇയാൾ അയാളുടെ കാര്യം പൂർത്തീകരിച്ച് അങ്ങ് പോകും. സ്വാഭാവികമായിട്ടും അവൾ അതിലൊരു നീരസം പ്രകടിപ്പിക്കുന്നു. ഇത് വളർന്ന് വലുതായി പിന്നീട് സെക്സിനോടുള്ള അവളുടെ താല്പര്യം തന്നെ കുറഞ്ഞു. മറ്റൊന്ന്, ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനലറ്റിക്കൽ സ്റ്റഡി, ഒരു ഡോക്ടറും ഇതിൻ്റെ ഒരു ടീം വർക്കിലുണ്ട്. ആ ഡോക്ടർ അനലൈസ് ചെയ്ത് പറഞ്ഞ കാര്യം ഇതാണ്: ചില വ്യക്തിത്വങ്ങൾ വൂമ്പ് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിലും ഗർഭപാത്രത്തിൽ തന്നെ നിൽക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെപ്പോഴും അമിതമായ സംരക്ഷണം, അമിതമായ സ്നേഹം, അമിതമായ തലോടൽ പാരൻസിൽ നിന്ന് കിട്ടി അങ്ങനെ വളർന്നവരായിരിക്കും. ശാരീരികമായിട്ട് നല്ല വളർച്ച ഉണ്ടാവും, നല്ല ഫിസിക് ഉണ്ടാവും, നല്ല ബുദ്ധിയൊക്കെ ഉള്ളതായി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അവരെന്തല്ല, മെച്യൂർഡ് അല്ല ടോട്ടലി. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കാര്യങ്ങളോട് പക്വമായിട്ടല്ല പ്രതികരിക്കുക. അപ്പോൾ ഇവരെന്തായിട്ടുണ്ട്, ഹോർമോൺ വ്യതിയാനത്തിലേക്ക് ഈ പെണ്ണ് എത്തിയിട്ടുണ്ട്. ഹോർമോൺ വ്യതിയാനത്തിലേക്ക് വന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ കൂടെ കിടക്കുക, ആ ഭർത്താവുമായിട്ട് സെക്സിൽ ഏർപ്പെടുക എന്നുള്ളത് അരോചകമായിരിക്കും. അത് അവൾക്ക് ഒട്ടും സാധ്യമല്ല. കാരണം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ആ പെണ്ണ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോർമോണൽ ചേഞ്ച് വന്ന സ്ത്രീയെ തിരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള റിവേഴ്സ് ഗിയറിൽ വണ്ടി ഓടണം, മെഡിസിൻ കൊടുക്കണം, എന്നിട്ട് അവൾ കറക്റ്റ് ചെയ്യണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുവരെ ഇയാൾ ക്ഷമിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെ പിന്നെ എത്ര മരുന്ന് കുടിക്കേണ്ടി വരും, ഒരാഴ്ച കൊണ്ട് മാറൂലേ? എല്ലാം ധൃതിയാണല്ലോ. ചില കാര്യങ്ങൾ ധൃതിയിൽ നടക്കൂല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത്, മനസ്സിനേറ്റ മുറിവുകൾ റിവേഴ്സ് പെട്ടെന്നാവില്ല. അപ്പോൾ അത് ടൈം എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ല പരിഹാരം ഇയാൾക്ക് എന്താണ്, മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അവിടെ പരിഹാരമില്ല. അല്ലെങ്കിൽ അയാൾ വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന് അയാൾക്ക് ആശങ്ക ഉണ്ടെങ്കിൽ നിലവിലുള്ള ഭാര്യയെ പിന്നെ കൺവിൻസ് ചെയ്തിട്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പോവുകയായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പരിഹാരം. നേരത്തെ സഹോദരി ചോദിച്ച ചോദ്യത്തിനും പറയാനുള്ളത്, ഭർത്താവിനെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനുള്ള ഒരു ക്ഷമ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇത്തരം വയലൻ്റ് ബിഹേവിയറിലേക്ക് ഭർത്താവ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സ അനിവാര്യമാണ്. അല്ലാതെ പിന്നെ നിരന്തരം ഉപദേശിച്ചതുകൊണ്ടൊന്നും ഇത് മാറാൻ പോകുന്നില്ല. അൽഹംദുലില്ലാ, വളരെ നല്ല ഒരു ചർച്ച, നല്ല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമുക്കൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് സർ നമ്മളോട് പറഞ്ഞത്. അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെ കുടുംബങ്ങളെയൊക്കെ കൺകുളിർമയുള്ള കുടുംബങ്ങളായിട്ട് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളും കുടുംബമൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ശ്രദ്ധയൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലേ. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പെരുമാറ്റങ്ങൾ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിന് അഭിമാനബോധമൊന്നും അല്ലെങ്കിൽ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെരിയുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.